ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം. +2 തുല്യത 2026 ജൂലൈ എക്സാമിന് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പം ഈ വരുന്ന 25th നടക്കുന്ന എക്സാമിൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സൂപ്പർ താങ്ക്സ് മെമ്പർഷിപ്പും അവൈലബിൾ ആണ്, അതുകൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയും ചൈനയും യുദ്ധമുണ്ടായതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? അതായത് ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദ്യം. 1962 ഇന്ത്യയും ചൈനയും യുദ്ധമുണ്ടാകുന്നത്. ഏത് വർഷമാണ്? 1962 ഇന്ത്യയും ചൈനയും യുദ്ധമുണ്ടാകുന്നത്. ഇത് യുദ്ധമുണ്ടാകാനുള്ളതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് ആ കാരണങ്ങളെന്ന് നോക്കാം. 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ടിബറ്റൻ പ്രശ്നവും രണ്ടാമത്തത് അതിർത്തി തർക്കം. ഏതൊക്കെയാണ് പ്രശ്നം? ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 1 ടിബറ്റൻ പ്രശ്നം, 2 അതിർത്തി തർക്കം. ഇനി അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1959 ചൈന ടിബറ്റിനെ ആക്രമിച്ച് ചൈനയുടെ ഭാഗമാക്കി. ഇതിനെതിരെ ടിബറ്റിൽ പ്രക്ഷോഭം ആരംഭിച്ചെങ്കിലും ചൈനക്കാർ അതിനെ അടിച്ചൊതുക്കുകയാണ് ശ്രമിച്ചത് കേട്ടോ. 1959 പ്രതിപക്ഷമില്ലെങ്കിൽ ജനാധിപത്യം നേടി ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവ് ദലൈലാമ, അതായത് പ്രതിപക്ഷമില്ലെങ്കിൽ ജനാധിപത്യമില്ല എന്ന് അദ്ദേഹത്തിന് അഭയം നൽകുന്നതിനെ ചൈന എതിർത്തെങ്കിലും ഇന്ത്യ അഭയം കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ചൈന വിരുദ്ധ പ്രവർത്തനമായി കണ്ട് അവരതിന് യുദ്ധത്തിന് പ്രാധാന്യം നൽകി. ഇതാണ് ഒന്നാമത്തെ കാരണം. അപ്പം ഇത് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് അതിർത്തി തർക്കമാണ്. ഇന്ത്യയിലെ 2 പ്രദേശങ്ങളുടെ മേൽ ചൈന അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. ഒന്ന് ജമ്മു കാശ്മീരിൽ വരുന്ന ലഡാക്ക് മേഖലയിലെ അക്സായിൻ പ്രദേശവും പിന്നെ ഇന്നത്തെ അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി ചില ഭാഗങ്ങളും. ഇന്ത്യ ചൈന ചർച്ചകൾ നടന്നുവെങ്കിലും ഈ പരിഹാരത്തിന് അതായത് ഈ പ്രശ്നത്തിന് പരിഹാരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ പ്രശ്നവും അവർ യുദ്ധത്തിന് കാരണമാക്കി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഭരണാധികാരികൾ ആരെല്ലാം? ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് ജനറൽ അയ്യൂബ് ഖാനുമാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. ആരൊക്കെയാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്? ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാക് പ്രസിഡന്റ് ജനറൽ അയ്യൂബ് ഖാനുമാണ് താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത്. നെക്സ്റ്റ് വൺ. ഇന്ത്യ 1974 ആണവ പരിശീലനം നടത്തിയ സ്ഥലം. ഇത് 1-2 പ്രാവശ്യം എക്സാമിന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. രാജസ്ഥാനിലെ പൊഹ്റാർ. എവിടെയാണ്? രാജസ്ഥാനിലെ പൊഹ്റാർ. നെക്സ്റ്റ് വൺ. ചേരിചേരാ നയത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? 1961 ബൽഗ്രേഡിൽ വെച്ചാണ് ചേരിചേരാ നയത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. അപ്പം ചേരിചേരാ നയത്തിൻ്റെ ആദ്യ സമ്മേളനം 1961 ബൽഗ്രേഡിൽ. നെക്സ്റ്റ് വൺ. ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ. ആരുടെ എന്നാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം. ഇന്ദിരാഗാന്ധിയെ എതിർത്തിരുന്ന വിഭാഗത്തെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? സിൻഡിക്കേറ്റ്. സിൻഡിക്കേറ്റ് എന്നാൽ എന്തെന്നും ചോദിക്കാം. ഇന്ദിരാഗാന്ധിയെ എതിർത്തിരുന്ന വിഭാഗമാണ് സിൻഡിക്കേറ്റ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പ്രത്യാഘാതങ്ങൾ, അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം? രാജ്യത്ത് എല്ലാ സമരങ്ങളും നിരോധിക്കപ്പെട്ടു. എന്താണ്? രാജ്യത്തെ എല്ലാ സമരങ്ങളും നിരോധിക്കപ്പെട്ടു. പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. രാഷ്ട്രീയ സ്വയം സേവക് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ നിരോധിക്കപ്പെട്ടു. മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു. പൊതുസമ്മേളനങ്ങൾ, പ്രതിഷേധങ്ങൾ എന്നിവ നടത്താനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടു. മാധ്യമങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഇത് ഇത്രയുമാണ് അക്കൂട്ടത്തിൽ വരുന്നത്. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ വന്ന 1975 ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടന്നത്. നെക്സ്റ്റ് വൺ. സമ്പൂർണ്ണ വിപ്ലവം, അതായത് സോഷ്യൽ റെവല്യൂഷൻ അല്ലെങ്കിൽ സമ്പൂർണ്ണ ക്രാന്തി ആവിഷ്കരിച്ച വ്യക്തി? ജയപ്രകാശ് നാരായൺ. നെക്സ്റ്റ് വൺ. ഇരുദിന പരിപാടികൾ ഏതെല്ലാം? ഭൂപരിഷ്കരണം, ഭൂവിതരണം, കർഷകരുടെ വേതന പരിഷ്കരണം, തൊഴിലാളികൾക്ക് മാനേജ്മെൻറ്റിൽ പങ്കാളിത്തം, നിർബന്ധിത തൊഴിലെടുപ്പിക്കൽ ഇല്ലാതാക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണം, ഭൂവിതരണം,
കർഷകരുടെ വേതന പരിഷ്കരണം, ഭൂപരിഷ്കരണം, തൊഴിലാളികൾക്ക് മാനേജ്മെന്റിൽ പങ്കാളിത്തം. നെക്സ്റ്റ് വൺ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു എന്നും ചോദിക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, മിസോ നാഷണൽ ഫണ്ട് രൂപീകരിച്ചതാര്? MNF രൂപീകരിച്ചത് ആരെന്നാണ്? ലാൽ ഡെങ്ക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ആൻഡ് ഫോളോ ഫോർ മോർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.